നമസ്കാരം. ലോകം വളരെ വേഗത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലും വേഗത്തിലാണ് ഇന്ത്യ ചൈന ബന്ധം മാറി മറിയുന്നത്. നീണ്ട 5 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രഖ്യാപനം ഉഭയകക്ഷി ബന്ധത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വഴിത്തിരിവായി മാറുകയാണിത്. ഗാൽവാൻ സംഘർഷം, കോവിഡ് മഹാമാരി എന്നിവയുടെ പശ്ചാത്തലത്തിൽ നിർത്തിവെച്ച വ്യോമഗതാഗതം ഒക്ടോബർ അവസാനത്തോടെ പുനഃസ്ഥാപിക്കുമ്പോൾ അതിർത്തിയിലെ സൈനിക പിരിമുറുക്കങ്ങൾക്കിടയിലും നയതന്ത്രപരമായ മഞ്ഞുരുകലിന്റെ ഒരു സൂചന കൂടിയാണിത്. റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ അമേരിക്കയുടെ സമ്മർദ്ദവും മറ്റ് ഭീഷണികളും ഇന്ത്യ നേരിടുന്ന ഈ നിർണായക ഘട്ടത്തിൽ സ്വതന്ത്ര വിദേശ നയം ഉയർത്തിപ്പിടിക്കാനുള്ള ഇന്ത്യയുടെ ഇച്ഛാശക്തിയുടെ പ്രതീകം കൂടിയാണ് ഈ ആകാശപാലം തുറക്കുന്നത്. 2020 കോവിഡ് കാലത്താണ് വിമാന സർവീസുകൾ നിർത്തലാക്കിയത്. ഗാൽവാൻ താഴ്വരയിലെ സൈനിക സംഘർഷത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വിദേശകാര്യ മന്ത്രാലയങ്ങളും വ്യോമയാന മന്ത്രാലയവും തമ്മിൽ സാങ്കേതിക തല ചർച്ചകൾ സജീവമായിരുന്നു. അതിർത്തിയിൽ നിലനിൽക്കുന്ന സൈനിക പ്രശ്നങ്ങൾ നയതന്ത്ര തലത്തിൽ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ പൗരന്മാർക്കായുള്ള ബന്ധം മെച്ചപ്പെടുത്തി മുന്നോട്ടു പോകാനുള്ള ഇന്ത്യയുടെ താല്പര്യം കൂടി ഇത് വ്യക്തമാക്കുകയാണ്. ബന്ധം സാധാരണ നിലയിലേക്ക് എത്തുന്നതിൽ ഇത് വലിയ രീതിയിൽ സംഭാവന ചെയ്യുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഈ ബന്ധം പതിറ്റാണ്ടുകളിലെ ഏറ്റവും മോശമായ അവസ്ഥയിലായിരുന്നു. നേരിട്ടുള്ള യാത്രാമാർഗങ്ങൾ ഇല്ലാതായതോടെ വിദ്യാർത്ഥികളും വ്യാപാരികളും ഏറെ ദുരിതത്തിലായി. നിർത്തിവെച്ച വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നത് ഒരു നയതന്ത്രപരമായ വിജയമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഉന്നതതല ചർച്ചകളാണ് ഈ തീരുമാനത്തിന് വേഗത കൂട്ടിയത്. വ്യോമയാന മേഖലയെ സംബന്ധിച്ചിടത്തോളം ചൈന ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിപണികളിൽ ഒന്നാണ്. നേരിട്ടുള്ള വിമാനങ്ങൾ ഇല്ലാതായതോടെ വിമാന കമ്പനികൾക്ക് വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട്. ഒക്ടോബർ അവസാനത്തോടെ സർവീസുകൾ പുനഃസ്ഥാപിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കും ചൈനയിലെ വ്യാപാരം നടത്തുന്ന വ്യാപാരികൾക്കുമെല്ലാം ഇത് വലിയ ആശ്വാസമാകും. ഉദാഹരണത്തിന് കൊൽക്കത്തയിൽ നിന്ന് ഗാങ്ചൌവിലേക്ക് നേരിട്ടുള്ള സർവീസ് ആരംഭിക്കുമ്പോൾ യാത്രാസമയവും ചെലവും ഗണ്യമായി കുറയും. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരവും സാമ്പത്തിക സഹകരണവും വർദ്ധിപ്പിക്കും. ഈ ആകാശപാലം തുറക്കുന്നത് വഴി തന്ത്രപരമായ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ഒരു നല്ല സൂചന കൂടിയാണ് ലഭിക്കുന്നത്. അതായത് അതിർത്തിയിൽ സൈനികമായി ജാഗ്രത തുടരുമ്പോൾ തന്നെ വ്യാപാര പൗരതല ബന്ധങ്ങളിൽ അയവ് വരുത്തി ബന്ധം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനുള്ള ഇന്ത്യയുടെ സമതുലിത സമീപനമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇന്ത്യയുടെ വിദേശ നയം ഒരു ഏകപക്ഷീയമായ നിലപാടല്ല. തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുമ്പോൾ തന്നെ സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം ഇന്ത്യ തിരിച്ചറിയുന്നുണ്ട്. വിമാന സർവീസ് പുനഃസ്ഥാപിക്കുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദപരമായ ഇടപെടലുകൾ വർദ്ധിക്കുകയും അത് ഉഭയകക്ഷി ബന്ധത്തെ മൊത്തത്തിൽ മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഏഷ്യയിലെ ഈ രണ്ട് വലിയ ശക്തികൾ തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലേക്ക് എത്തുന്നതിന്റെ ഒരു പ്രധാന ചുവടുവെപ്പ് കൂടിയാണിത്. കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഈ വിഷയം ആഗോള നയതന്ത്ര തലത്തിലുള്ള സ്വാധീനം കൂടിയാണ്. റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിലും മറ്റും ഇന്ത്യയുമായി ചില വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്ന അമേരിക്ക ഈ സംഭവ വികാസത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. ചൈനയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ഇന്ത്യയുടെ ശ്രമം ഒരു രാജ്യത്തിന്റെയും സമ്മർദ്ദത്തിന് വഴങ്ങാതെ സ്വതന്ത്രമായ വിദേശ നയം ഇന്ത്യ തുടരുമെന്നതിന്റെ ശക്തമായ സന്ദേശമാണ്. ഒരു വശത്ത് അമേരിക്കയുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം തുടരുമ്പോഴും മറുവശത്ത് ചൈനയുമായുള്ള സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നത് വഴി ഏഷ്യയിലെ വർദ്ധിച്ചു വരുന്ന ശക്തി സന്തുലനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കാൻ ഈ നടപടി സഹായിക്കുമെന്ന് നിസ്സംശയം പറയാം. നയതന്ത്രത്തിൽ സ്ഥിരം ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല, സ്ഥിരം താല്പര്യങ്ങൾ മാത്രമേയുള്ളൂ. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.